ശിശുക്കളെ പോലെ പാൽ കുടിപ്പീൻ. ദൈവവചനം എന്നൊരു പാല് കുടിക്കണം. ആ ദൈവവചനം നമുക്ക് ബൈബിൾ വായിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സങ്കീർത്തനം. പെട്ടെന്ന് വായിക്കാൻ, പെട്ടെന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ പറട്ടെ, ഞാനാണെങ്കിൽ അച്ഛന്മാരൊക്കെ എന്നെ പഠിപ്പിക്കുവാനും ഞാൻ നിലത്തിരുന്ന VM മൊത്തത്തിനൊക്കെ എന്നെ പഠിപ്പിക്കും, CV എബ്രാച്ചനൊക്കെ. അങ്ങനെ ഞാൻ കടാരി മദ്യപാനം അടിപിടിയെല്ലാം വിട്ട് കളഞ്ഞപ്പോൾ വചനമൊക്കെ പഠിച്ച് വളർന്നു വന്നതാണ്. ഞാൻ മുൻപോട്ട് പോട്ടെ. ദൈവവചനം റോമാലേഖനം 1:16 വാക്യം, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് അവിടെ ദൈവത്തിന്റെ മക്കളെ ഈ ഇടവക കൊണ്ടാടുമ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, ദൈവത്തിന്റെ കൃപയിൽ ശക്തിപ്പെടുക. 2, പ്രാർത്ഥന ശക്തി ആർജിക്കുക. 3, ദൈവവചനത്തിൽ ശക്തി ആർജിക്കുക. 4, സമയം വൈകിയുള്ള വാക്ക് നമുക്ക് നാളെ പഠിക്കാം. എഫെസ്യ ലേഖനം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:1. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും മതി അവർ ഒന്നിച്ചു കൂടി. എപ്പോൾ? പെന്തിക്കോസ്ത് നാളിൽ. അവിടെ മേൽ പകർന്ന അനുഭവം നമുക്കറിയാം. പരിശുദ്ധാത്മാവിന്റെ അത്യന്തികമായ ശക്തി ദൈവം പകർന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ, ദൈവത്തിന്റെ മക്കളായ നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ മുട്ടോളമല്ലല്ലോ, അരയോളമല്ലല്ലോ നീന്തി തുടിക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കർ സാഹിബിന്റെ വീട് അമേരിക്കയിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കർ സാഹിബ് അത് പറഞ്ഞ് നിർത്താൻ പോകും 1 മിനിറ്റുള്ളിൽ. മാരാമണ് മഹായോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ മാരാമണ് പന്തൽ നിറഞ്ഞ കവിഞ്ഞ ആത്മപകർച്ചയുണ്ടായി. അലക്സാണ്ടർ തിരുമേനി പലപ്പോഴും പല സ്റ്റേജിൽ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കർ സാഹിബ് മാരാമണ് മഹായോഗത്തിൽ ആത്മീയ ചൈതന്യം വിളമ്പുമ്പോൾ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസം അധികമില്ല, ഓർത്ത് ദൈവമേ എനിക്കും ഈ സാഹിബിനെ പോലെ ഒരാത്മാവിൽ ഒരു നിറമുണ്ടാകണമേ. അന്നത്തെ മാരാമണ കൺവെൻഷൻ പഴയ സ്റ്റേജ്, ഇപ്പോഴത്തെ സ്റ്റേജ് രീതിയല്ല. ഓക്കർ സാഹിബ് മാരാമണ മഹായോഗത്തിൽ വരുമ്പേ ഈ കൊച്ചു പയ്യൻ സ്റ്റേജിന്റെ അടിയിൽ 4 വർഷം അത് തുണി കൊണ്ട് മറച്ചിരിക്കുക, കട്ടനിട്ടിരിക്കുവാണ്. ആ സ്റ്റേജിന്റെ അടിയിൽ പോയി കിടന്നു. ഓക്കർ സാഹിബ് രാവിലെ 10 മണിക്ക് പ്രസംഗിക്കാൻ കയറിയപ്പോൾ കൊച്ചു പയ്യൻ ആരും കണ്ടില്ല, കീഴേ കിടപ്പുണ്ട്. ഓക്കർ സാഹിബ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ സാഹിബിന്മേൽ പകർന്നായ ആത്മശക്തി എന്റെ മേൽ പകരണമേ. ആ കൊച്ചു പയ്യൻ വളർന്നു ധീരനായി മലങ്കര സഭയ്ക്ക് മറക്കാനാവാത്ത ഒരു സുവിശേഷകനായി ഉയർത്തി. അതാണ് പുഞ്ചമണ്ണി മാമൻ ഉപദേശി. ഇന്ന് രാത്രി പള്ളി വന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കർത്താവേ ആത്മാവിന്റെ ശക്തിയിൽ ഒന്ന് വളരുവാൻ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ട. എല്ലാ ദൈവമക്കൾ ദൈവസേനയിൽ ഒരു നിമിഷം തന്റെ ജീവിതങ്ങൾ ഏൽപ്പിക്കാൻ കർത്താവേ, എല്ലാ ദൈവമക്കളും തവേ ആത്മാവിൽ ഒന്ന് ശക്തിപ്പെടുവാൻ വരങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് സ്തോത്രം ചെയ്തോട്ട. കഴിഞ്ഞ 40 വർഷക്കാലം ഇടവകയെ പരിപാലിച്ചല്ലോ. അമേരിക്കയുടെ മുൻപിരിക്കുന്ന പട്ടണത്തിൽ അനുഗ്രഹമായി നിങ്ങൾ ജീവിക്കാൻ ദൈവ കൃപ പകർന്നല്ലോ. ജോലിയും ആരോഗ്യവും കുടുംബവും കുഞ്ഞുങ്ങളും ദൈവം നൽകിയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഉറങ്ങിപ്പോയോ, മങ്ങിപ്പോയോ, തളർന്നുപോയോ, ക്ഷീണിച്ചു പോയെങ്കിൽ പരാജയപ്പെട്ട അനുഭവത്തുനിന്ന് ആത്മശക്തിയോട് മുന്നേറുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ പിതാക്കന്മാർ നൽകിയ വിശ്വാസത്തെ ഞങ്ങളുടെ പുതിയ തലമുറയെ പഠിപ്പിക്കുവാൻ കൃപ ചൊരിയണമേ. മറ്റുള്ളവരുമായി സ്നേഹത്തിലാകുവാൻ 2 പ്രിയപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന ഈ ആലയത്തിൽ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുക. കർത്താവേ, നഷ്ടപ്പെട്ട സ്നേഹം മടക്കി തരണമേ. കുടുംബ ബന്ധങ്ങൾ, കൂട്ടായ്മയുടെ ബന്ധങ്ങൾ, പള്ളിയുടെ ബന്ധങ്ങൾ, കമ്മിറ്റിയുടെ ബന്ധങ്ങൾ, സമൂഹത്തിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. താവേ, ഞങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ശക്തിപ്പെടുവാൻ, വരങ്ങളാലും കൃപകളാലും ആത്മാവിൽ നിന്ന് ശക്തിപ്പെടുവാൻ നിന്റെ അത്യന്ത കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു വാക്ക് ചോദിച്ച പ്രാർത്ഥിക്കാൻ ഒരുപാടല്ലോ. വികാരിച്ച് നിശ്ചയിക്കുന്ന പോലും പ്രാർത്ഥിക്കും. എല്ലാ ദൈവമക്കൾ കണ്ണടച്ചിരിക്കുമ്പോൾ എന്റെ ദൈവമേ, 40ാമത്തെ ഇടവക കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ എന്തിനാണ് ശക്തി ആർജിക്കേണ്ട ദൈവം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങൾക്കൊരു ദാഹം തരണമേ, ഒരു ഭാരം തരണമേ.
ഒരാത്മാവിന്റെ അനുഭവം തരണമേ. ക്ഷീണിച്ചു പോയ കുറവൊക്കെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ ഒന്ന് ശക്തിപ്പെടുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കേ. ദൈവത്തിന്റെ മക്കൾ ആത്മീയമായ ശക്തിപ്പെട്ടു പോകുവാൻ ഇന്നലെ വരെ ജീവിച്ച അനുഭവം, ഇന്ന് വരെ ജീവിച്ച അനുഭവമല്ല. നമുക്കൊന്നിച്ച എല്ലാവരും കരങ്ങൾ ഇരുന്നാ മതി. ആരും എഴുന്നേൽക്കണ്ട. 2 കരങ്ങൾ ഉയർത്താം. എല്ലാവരും കരങ്ങൾ ഉയർത്തി എല്ലാവരും നാമതൊന്നും സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരിൽ പകർന്നതായ 1-ാം നൂറ്റാണ്ടിൽ മാണിയിലിറങ്ങിയ പരിശുദ്ധാത്മാവ് ട്രിനിറ്റി പള്ളി ഇറങ്ങണമേ. ഹല്ലേലൂയ. 40 മണിക്കൂർ പ്രാർത്ഥിച്ച വൃഥാവല്ലല്ലോ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും ഞങ്ങളുടെ സഭയുടെ മേലും ഈ ദേശനിവാസികളുടെ മേലും നിന്റെ ആത്മാവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് വന്ന് ചേർന്നവർ നാളെ വരിക, വരാത്തവരെ വിളിച്ചോട്ട് വരിക. മറക്കാനാവാത്ത ആത്മചൈതന്യം അടുത്ത 2 രാത്രി യോഗങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും നാമത്തോടെ സ്തോത്രം ചെയ്താട്ട. അന്ധകര ശക്തികൾ ഓടി മറയട്ട. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഉന്മേഷം, ഒരു പുതിയ ദർശനം തരാൻ ദൈവം മറിയാവനം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാപിച്ചവർക്കും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ അത്യന്ത കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ താത്തിടാം. റോയിച്ച് നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും.